എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഷവർമയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഷവർമ ബ്രെഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ചെറു ചൂടുവെള്ളം ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരുമിച്ചിട്ട് ഒഴിക്കരുത്. ഇനി ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഒരു സ്റ്റിക്കി പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇത്രയും മതിയാകും. ഞാനിവിടെ 1/4 കപ്പ് എടുത്തതിൽ 1/4 കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പം എനിക്കിവിടെ 1/2 കപ്പ് വെള്ളത്തിന്റെ ആവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ സ്റ്റിക്കി പരുവത്തിൽ നമ്മളിത് കുഴക്കണം. ഇനി നമ്മൾ കുറേശ്ശെ ഓയിൽ കയ്യിലേക്ക് ഒഴിച്ചിട്ട് വേണം ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു 5-6 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് കുഴക്കണം. നമ്മൾ കുഴച്ചൊഴിച്ച് വരുമ്പോൾ ഇതുപോലെ ഒരു പരുവാകും. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെച്ച് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബ്രസ്റ്റ് പീസ് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് എല്ലാ സ്ഥലത്തും പിടിക്കും. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും. ഈ ഗാർലിക് പൗഡർ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങാനും കിട്ടും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷവർമ മിക്സ്. ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതായത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പട്ട, ഗ്രാമ്പു, ഏലക്ക, നട്ട്മെഗ്, പിന്നെ കുറച്ച് ജിഞ്ചറിന്റെ പൊടിയും കുറച്ച് ഗാർലിക്കിന്റെ പൊടിയും കൂടി ഇത്രയും കൂട്ടിയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത ശേഷം നമ്മൾ എടുക്കുന്നതാണ് ഷവർമ സ്പൈസസ് എന്ന് പറയുന്നത്. ഈ ജിഞ്ചറിന്റെയും ഗാർലിക്കിന്റെയും പൊടിയൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സോയ സോസും പാകത്തിനുള്ള ഉപ്പും നാരങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ട് അത് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിന്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തഹീനി സോസ് തയ്യാറാക്കിയെടുക്കാം. തഹീനി സോസ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, വെള്ള എള്ളാണ്. ഈ എള്ള് ഇതിപ്പോ വറുത്ത എള്ളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വറുത്തതാണെങ്കിലും ജസ്റ്റ് ഇതൊന്ന് നമ്മൾ പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. പാൻ ഇവിടെ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വറുത്ത എള്ളിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സോസ് എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ ഈ എള്ളിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ജസ്റ്റ് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. റോസ്റ്റ് ചെയ്യാത്ത എള്ളാണെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത്രയും മതിയാകും. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എള്ളായതുകൊണ്ട് നമ്മൾ പാനിൽ തന്നെ ഇട്ടിരുന്നാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 7 അല്ലി എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളിയാണ് ഉള്ളതെങ്കിൽ 1-2 പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും പകുതി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. നമുക്കിപ്പം ഈ തഹിനി സോസ് ഇത്രയും കട്ടിയുടെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ സോസ് തയ്യാറാക്കിയെടുക്കേണ്ടത്. എള്ളായതുകൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് അത്രയും മതിയാവും. കണ്ടില്ലേ, നല്ല കട്ടി വരും. അപ്പം ഞാൻ വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു ലൂസ് വന്നത്. ഇത്രയും ലൂസായാൽ മതി. ഇനി ഇതിൽ കൂടുതൽ ലൂസാവേണ്ട ആവശ്യമില്ല. ഇതിനി ഒരു ബൗളിലേക്ക് ഒഴിക്കാം. തഹിനി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് വേവിച്ചെടുക്കാവൂ. എന്നാൽ മാത്രമേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, എന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന ഈ ചിക്കന് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ട് ഈ ഷവർമ ബ്രെഡ് ചുട്ടെടുക്കാം. ഈ ഒരു സൈസിലാണ് ഞാനിവിടെ ഒരു ഷവർമ ബ്രെഡിന് വേണ്ടി എടുത്തിരിക്കുന്നത്. കുറച്ച് മാവ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഇത് പരത്തിയെടുക്കുന്നത്. നമ്മൾ ഷവർമ ബ്രെഡ് കണ്ടിട്ട് ഒരുപാട് വലുതുമല്ല, എന്നാലും ഒരുപാട് ചെറുതുമല്ല. ഒരു മീഡിയം സൈസിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത്രയും മതിയാവും. ഇനി ഇത് ഒരു ഫോർക്ക് കൊണ്ട് എല്ലായിടവും ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു പാനിലിട്ട് ചുട്ടെടുക്കാം. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്ത് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഷവർമ ബ്രെഡ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഷവർമ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഷവർമയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബെൽ പെപ്പേഴ്സ് 3 കളർ എടുത്തിട്ടുണ്ട്. യെല്ലോ, റെഡ്, ഗ്രീൻ. പിന്നെ കുറച്ച് ലെറ്റ്യൂസ്. പിന്നെ ഉപ്പിലിട്ടതാണ് ഈ കുക്കുംബർ. ഈ കുക്കുംബറോ ക്യാരറ്റോ ഇതൊക്കെ ഉപ്പിലിട്ടതുണ്ടെങ്കിൽ നമ്മൾ ഈ ഷവർമ ഫില്ലിങ്ങിൽ ചേർക്കുന്നതാണ്. ഇതിപ്പം കുക്കുംബർ ഉപ്പിലിട്ടതാണ്. പിന്നെ വേണ്ടത് ഹെലപ്പിനോ. 1-2 പീസ് ഇട്ടാൽ മതി, നല്ല എരിവാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഈ ഷവർമ ഉണ്ടാക്കുന്നതിൽ ചേർക്കും, എങ്കിൽ മാത്രമേ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ തഹീനി സോസും റെഡിയാക്കിയിട്ടുണ്ട്, ചിക്കനും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇതിലേക്ക് ഈ ഷവർമ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഇതിന് പുറത്തേക്ക് ഈ ലെറ്റ്യൂസും ബെൽ പെപ്പേഴ്സും വെച്ച് കൊടുക്കാം. പിന്നെ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്കിൾ വെച്ച് കൊടുക്കാം.
നല്ലതുപോലെ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെക്കും. ഹെലപ്പിനോ ഞാനിവിടെ 2 പീസേ വെക്കുന്നുള്ളൂ. ഇനി വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ തഹീനി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ബട്ടർ പേപ്പർ കൊണ്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം. ഇതിവിടെ സ്റ്റിക്കായിരുന്നുള്ളൂ. കണ്ടോ, ഷവർമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതും കൂടി ഇതുപോലെ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് മയണൈസ് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് വെജിറ്റേറിയൻകാർക്കാണെങ്കിൽ ഇതിനകത്ത് ഫലാഫിൽ വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഫലാഫിലിൻ്റെ വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ചിക്കന് പകരം ഫലാഫിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ പിക്കിള് ഇതുപോലെ ഉറപ്പായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ ശരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ബട്ടർ പേപ്പറിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ കഴിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിൻ്റെ കുറച്ച് മുകളിൽ നിൽക്കണം നമ്മളുടെ ഈ ഷവർമ. അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് ഫോൾഡ് ചെയ്ത് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കുബൂസിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം എല്ലാവരുടെ കയ്യിലും ഇതുപോലെ കുബൂസ് കാണണം എന്നില്ലല്ലോ. ഇപ്പം നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ കുബൂസ് കിട്ടാൻ പാടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ബ്രെഡ് ഉണ്ടാക്കി കാണിച്ചത്. കണ്ടോ, കുബൂസിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ കുബൂസിൽ ഇതുപോലെ കെച്ചപ്പ് തേച്ചിട്ട് ബാക്കി ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഷവർമ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന ഉടൻ തന്നെ നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് ഈ ഷവർമ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്കത് വളരെ സന്തോഷമായിരിക്കും. എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇത് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട.